എന്താ ആരെയോ കാണണമെന്ന് പറഞ്ഞല്ലോ? ഇത് ഞാൻ വരില്ല വിചാരിച്ചാ. അതാ ഞാൻ വരണ്ടേ, തിരിച്ചു പോണോ ഇനി? എന്താ ഇങ്ങനെയൊക്കെ വർത്താനം പറയാ? ദേഷ്യത്തിലല്ല, ഞാൻ ചായ ഇട്ടുതരാം. ചായ ഈ ഉച്ചയ്ക്കാ? അതിനെന്താ, ക്ലീറ്റോന് എപ്പോഴും ചായ ഇഷ്ടമാണല്ലോ. കാലത്ത് അങ്ങനല്ലല്ലോ പറഞ്ഞ. കാലത്ത് ഞാൻ ചായ ചോദിച്ചപ്പോ ചായപ്പൊടി ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പൊ ചായ എടുക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ ചായപ്പൊടി വേറെ മേടിച്ചല്ലോ. ഓ, നീ ഞാനിടയ്ക്ക് മേടിച്ചല്ലേ? എന്തോ ചായ ഇടാം. അല്ലേ തക്കളി ഇവിടെ തക്കളി കുളിക്കണോ? അല്ല, കുളിച്ചു കഴിഞ്ഞോളൂ, എന്നിട്ട് കളിക്കാൻ പോയി. കുളിച്ചിട്ട് കളിക്കാൻ പോയി. ഇപ്പൊ താഴത്തെ പിള്ളേര് വന്ന് വിളിച്ചപ്പോഴേ. അല്ല, നീ അങ്ങനെ അല്ലല്ലോ ശീലിപ്പിച്ചു വെച്ചേക്കണേ. കളിച്ചിട്ടേ കുളിക്കാവൂന്നാണല്ലോ പറഞ്ഞേക്കണേ. ഇന്നിപ്പോ ഇങ്ങനെ ചെയ്യാന്ന് തീരുമാനിച്ചു. പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചല്ലേ? ഓ, പുതിയ ശീലങ്ങൾ. എന്നെ ഇരുത്തല്ലേ? കൊച്ചവിടെ, കൊച്ചിനെ വിളിക്ക്. അയ്യോ ക്ലീറ്റോ, ഞാനൊരു കാര്യം മറന്നുപോയി ക്ലീറ്റോ. അതെ, എനിക്കൊരു ഇന്ന് വന്ന് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാം ക്ലീറ്റോ. ഞാൻ കണ്ണുകൊണ്ടൊന്നുമല്ല, കാണിച്ചാൽ മതി. എനിക്ക് ഇവിടെ എന്തായാലും കാണാം. എന്താണ് ഈ നീല കളർ ഉണ്ടോ? ഈ നീല കളറിൽ ഒരു ലൈനിങ് തുണി മേടിക്കണം. വേറൊരു ബ്ലൗസ് തയ്ക്കാനുണ്ട്, എനിക്കപ്പോൾ തയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു 500 രൂപ തരാം. ആ 500 രൂപയ്ക്ക് ഒരു മീറ്റർ ലൈനിങ് തുണി നീല കളർ രാജൻ ടെക്സ്റ്റൈൽസിൽ ഉണ്ടാവും. ബാക്കി പൈസ 100 രൂപ അങ്ങനെ ആവുള്ളൂ. ബാക്കി പൈസ ക്ലീറ്റ് സമയം പോലെ തന്നാൽ മതി. ക്ലീറ്റിന് ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പോയി വാങ്ങണം അല്ലേ? പൈസ തരട്ടെ? പൈസ എടുക്കും. പൈസ എടുക്കും. ഓടിപ്പോയി മേടിച്ചിട്ടുണ്ടോ? ഒറ്റ ഓട്ടത്തിന് പോയി മേടിച്ചിട്ടുണ്ടോ മതി. ഇനി ആ തക്കളിയും കൂടെ എൻ്റെ കൂടെ വരട്ടെ. തക്കളിനെ കൊണ്ടുപോണ്ടാ. തക്കളിനെ കൊണ്ടുപോണ്ടാ. തക്കളി വന്ന സമയം പോവും. ഇത്തിരി സമയം പോയാലും കുഴപ്പമില്ല. തക്കളിയെ വിളിക്കാൻ അല്ല, അവൾക്ക് പഠിക്കാനുണ്ട് ക്ലീറ്റോ. ഈ വെക്കേഷൻ സമയത്താ കൂടുതൽ ഉരുളരുത്. കൊച്ചിനെ വിളിക്കണേ. കൊച്ചിനെ വിളിക്കണേ. തക്കളി തക്കളി. ഓഹോ, അവള് താഴെ കണ്ടുവാ. ആണോ? കൂടുതൽ അങ്ങോട്ട് അഭിനയിക്കല്ലേ. ഒരെണ്ണം തന്നോണ്ടല്ല. ഞാൻ ആരുടെ തടി അഭിനയിക്കണേ? നീ എന്താ ഞാൻ ഇതൊന്നും അറിയില്ലെന്ന് കരുതിയാ? അവിടെ ഒരു 500 രൂപ എടുത്തിട്ട് എന്നെ പൈസ കാണിച്ച് പിടിക്കണേ. കൊച്ചിനെ വല്ലവരോട് പറഞ്ഞങ്ങ് വിട്ടോണം കേട്ടാ. ഞാൻ കണ്ട് ആ അലവലാതിയുടെ അവളുടെ കൂടെ സ്കൂട്ടറിന്റെ ഇടയ്ക്ക് കയറ്റി കൊണ്ടുപോണത്. ഇത്ര മാത്രം പറയാനൊന്നുമില്ല. മാത്രമല്ല അധികാരം ഉള്ളത്, അവരുടെ മേളിൽ എനിക്കുണ്ട് അധികാരം. നീ അധികാരമൊന്നും പറയണ്ട. എടി, ഞാൻ ആരാ? കൊച്ചിന്റെ തന്തയാ. ഒരു വാക്കേനോട് ചോദിച്ചോ അവന്റെ കൂടെ കൂട്ടി വിട്ടപ്പോ? ചോദിച്ചാ വിടൂല. അവളുടെ ഒരു ആഗ്രഹമല്ലേ, അവൾക്ക് സിനിമാ നടികളൊക്കെ കാണുന്ന ആഗ്രഹം ഉണ്ടാവും. ജ്വല്ലറി ഉദ്ഘാടനത്തിന് അവരൊക്കെ വരും. അപ്പൊ ആ കൊച്ചിനൊന്ന് കാണണമെങ്കിൽ അത് ഇത്ര വലിയ തെറ്റാണോ? അതെ അല്ലേ? കൊച്ചു ഇവിടെ നിന്ന് നേരെ ഇനി അമേരിക്ക പോണെന്ന് പറഞ്ഞാൽ നീ കൊടുത്ത് വിടുവോ? അമേരിക്ക ഇവിടെ കുറെ കെട്ടിയിരിക്കല്ലോ. പിന്നെ കൊച്ചിന്റെ ആഗ്രഹം നടത്തി. അതെ, ഞാൻ ഒരുപാട് കൊച്ചുങ്ങൾ പല വീട്ടിലും വളരണുണ്ട്. അതൊക്കെ അവരവർക്ക് തന്തമാർക്ക് പറ്റണ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കൊച്ചിനും പ്രത്യേകതയൊന്നുമില്ല. പ്രത്യേകിച്ച് കാശലൊന്നുമില്ലല്ലോ. അവരെ ക്ലീറ്റോന് ഇഷ്ടമല്ല, അതുകൊണ്ട് അവരുടെ കൂടെ. അങ്ങനെയാണെന്ന് വെച്ചോടി. അങ്ങനെയാണ് ഈ ക്ലീറ്റോന്റെ പാർട്ടിയിലുള്ള പലരും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ക്ലീറ്റോ അവരോട് നടക്കണ്ടെന്ന് സംഭവിക്കോ? എന്നോട് ചൊറിയണ വർത്താനം പറയരുത്. ആനെന്ന് പറയുമ്പോ ചേനെന്ന് പറഞ്ഞോളാം. നീ പാർട്ടിക്കാരി കൊച്ചിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊച്ചിനെ അങ്ങനെ ആരെയും കൂടെ വിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. കൊച്ചിന്റെ തന്ത ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ കൊച്ചിനെ ഞാൻ വിട്ടു, അത്രേ ഉള്ളൂ. നിന്റെ കൊച്ചെ അവളുടെ ആഗ്രഹത്തിന് വിട്ടതാ. കൊള്ളാലോ. അപ്പൊ നാളെ നീ അവൻ വിളിച്ച നീ പോവില്ല. ആഗ്രഹങ്ങള് പിന്നെ എല്ലാവരും അങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് കാരണം നീ ഒരുത്തിയാണ് കൊച്ചിനെ വഷളാക്കണത്. അതിനാവശ്യമില്ലാത്ത കുറെ ആഗ്രഹങ്ങളും മോഹങ്ങളും അതിന് ഇച്ചിരി ഒരുക്കവും. വരട്ടെ അവള്. ഞാൻ കുറെ ദിവസമായിട്ട് വേണ്ടാന്ന് വെക്കാം. പിന്നെ എന്താണ് മനുഷ്യനെ കൊല്ലടി എന്നാ കൊല്ല്. പിന്നെ നിനക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ നടക്കാല. കള്ളക്ക് മോക്കും കൂടാ. Alien versus Alien.